നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി വിജിലൻസ് അന്വേഷണമില്ല. വിജിലൻസ് അന്വേഷണം വേണമെന്ന കുഴൽനാടന്റെ ഹർജി തള്ളിയത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. കോടതി വിധി തിരിച്ചടിയെന്ന് സമ്മതിച്ച് മാത്യു കുഴൽനാടൻ കൊടുത്ത തെളിവുകളിലെ ന്യൂനത എന്തെന്ന് പരിശോധിക്കും. വിധി പകർപ്പ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും കുഴൽനാടൻ. കോടതിയിൽ നിന്ന് മാത്യു കുഴൽനാടനേറ്റ തിരിച്ചടി കുഴൽനാടനൊപ്പം കുഴൽനാടന് വെള്ളപൂശിയ മാധ്യമങ്ങൾക്കും. കുഴൽനാടനൊപ്പം നിന്ന് മുഖ്യമന്ത്രിയെയും മകളെയും അപകീർത്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു മാധ്യമ നീക്കം. കൊച്ചിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരു മരണം. മരിച്ചത് ബീഹാർ സ്വദേശി. സ്മാർട്ട് സിറ്റി കെട്ടിടത്തിലെ ഇരുമ്പ് ഫ്രെയിം തകർന്ന് 4 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. നരേന്ദ്രമോദിക്കൊപ്പം വർഗീയ പ്രചാരണം കടുപ്പിച്ച യോഗി ആദിത്യനാഥ്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ക്രൂരനായ മുസ്ലിം ഭരണാധികാരി ഔറംഗസേബിന്റെ നയങ്ങളാണെന്ന് യോഗിയുടെ വർഗീയ പരാമർശം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ. വർഗീയത ആളിക്കത്തിച്ച് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യവും. നിങ്ങളുടെ വോട്ട് ആഘോഷമാകേണ്ടത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ എന്നാണ് പരസ്യം. രാജ്യത്ത് 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. ജനവിധി തേടുന്നത് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 94 മണ്ഡലങ്ങൾ. നേതൃമാറ്റത്തെ ചൊല്ലി കെപിസിസിയിൽ തമ്മിലടി. അധ്യക്ഷ പദവി ഉടൻ തിരികെ വേണമെന്ന നിലപാടിൽ ഉറച്ച് സുധാകരൻ. നേതൃമാറ്റമെങ്കിൽ സതീശനും പദവി ഒഴിയണമെന്നും സുധാകരൻ. കേരളത്തിൽ കോൺഗ്രസിന് സംഘടനാ ദൗർബല്യമെന്ന് കെ മുരളീധരൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രശ്നം പരിഹരിക്കണമെന്നും മുരളീധരൻ. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. CITU ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ സമരം തുടരുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവും JDS MLAയുമായ HD രേവണ്ണയ്ക്കും കൂട്ടലൈംഗികാതിക്രമ കേസുകളിൽ കുരുക്കുമുറുകുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ HD രേവണ്ണയെ 8ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു. ICSE 10, ICSE 12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 99.47% വിജയശതമാനവും 12ാം ക്ലാസ്സിൽ 98.19% വിജയവും. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 8 വരെയായിരുന്നു ICSE 10ാം ക്ലാസ് പരീക്ഷ നടന്നത്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ചത് ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സോറന്റെ അഭിഭാഷകൻ കപിൽ സിബലിനോട് മെയിൽ അയക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. പാലക്കാട് യുവതിക്ക് നേരെ ആസിഡാക്രമണം. താണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയത് ബർഷീനയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈൻ. ആലപ്പുഴ അർത്തുങ്കൽ ചേന്നവേലിയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. അർത്തുങ്കൽ പുന്നക്കൽ ബേബിയുടേതാണ് മൃതദേഹം. ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പത്തനംതിട്ടയിൽ യുവതീ-യുവാക്കളെ കാത്തിരിക്കുന്നത് 30,000 തൊഴിലവസരങ്ങളുമായി ജോബ് സ്റ്റേഷനുകൾ. തൊഴിൽദാന പദ്ധതി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായി.
മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിന്റെ തുറുപ്പുചീട്ടായി മാറി ഉദ്ധവ് താക്കറെ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിലെ ആവേശത്തിൽ ബി.ജെ.പി. ക്യാമ്പിൽ ആശങ്ക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 30ഓളം തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളുമായി താക്കറെ പക്ഷം. വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ വടകരയിൽ ഇന്ന് ജനകീയ കൂട്ടായ്മ നടക്കും. LDF വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് NITയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 6ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. മുംബൈ സ്വദേശി ലോകേശ്വർ നാഥാണ് മരിച്ചത്. ഗാസയിൽ വെടിനിർത്തലിന് ധാരണയായില്ല, ചർച്ച പരാജയപ്പെട്ടു. ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങൾ തള്ളി ഇസ്രായേലിന്റെ അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടാൻ തീരുമാനം. ഒറ്റപ്പെടുന്നവർക്കും നിരാലംബർക്കും തണലായി കോഴിക്കോടിന്റെ ഒപ്പമുണ്ട് എപ്പോഴും എന്ന പദ്ധതി കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലാണ് പദ്ധതിയുടെ പ്രവർത്തനം. മാനസിക രോഗികളുടെയും വയോജനങ്ങളുടെയും അടക്കം നിരവധി പേർക്ക് പുതുജീവൻ നൽകിയ പദ്ധതി ഇന്ന് സംസ്ഥാനത്താകെ മാതൃകയാണ്. കത്തുന്ന വെയിലിലും നിറവൈവിധ്യത്താൽ വർണ്ണക്കാഴ്ച തീർത്ത് തൃശൂർ ചന്ദ്രാപിന്നിയിലെ പത്തുമണി പൂന്തോട്ടം. ചന്ദ്രാപിന്നി 17ാം കല്ലിൽ ദേശീയപാതയ്ക്കരികിൽ തന്നെയാണ് പത്തുമണി പൂക്കളുടെ വർണ്ണവസന്തം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തെ നശിപ്പിക്കാൻ അക്കേഷ്യ കാടുകൾ. തടാകക്കരയിലെ ജലം ഊറ്റുന്നത് 10 ലക്ഷം അക്കേഷ്യ മരങ്ങളാണ്. മരങ്ങളുടൻ വേരോടെ നീക്കം ചെയ്യണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തിലേറെ പണം തട്ടിയ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പുത്തൂർ ഉപ്പിനങ്ങാടി സ്വദേശി നിതിൻ പി ജോയ്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തിലേറെ തുകയാണ് ഇയാൾ തട്ടിയെടുത്തത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ ബാങ്കിന്റെ ലോക്കർ തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കഴക്കൂട്ടം മേനംകുളം പുതുവൻ പുത്തൻ വീട്ടിൽ വിപിൻ ബിനോയ്. ഏപ്രിൽ മാസത്തിലാണ് പല ദിവസങ്ങളിലായി ഇയാൾ മോഷണം നടത്തിയത്. കൈയും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് ലോക റെക്കോർഡ് സ്വന്തമാക്കി 9 വയസ്സുകാരൻ. കോതമംഗലം സ്വദേശിയായ ആരണാണ് 4.5 കിലോമീറ്റർ നീന്തിക്കടന്ന് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഫണ്ട് വിനിയോഗത്തിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും പിന്നിലായി കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭ. ആകെ ചെലവഴിച്ചത് 55% തുക. പണം ചെലവഴിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം കുറയും. കോൺഗ്രസ് കൗൺസിലർക്കെതിരെ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പരാതി. ആറ്റിങ്ങൽ അവനവഞ്ചേരി വാർഡ് കൗൺസിലർ രവികുമാർ ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. നിരവധി തവണ തന്നെ ഫോണിലൂടെ അശ്ലീലം പറഞ്ഞുവെന്നും മഹിളാ കോൺഗ്രസ് നേതാവ്. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളുടെ തീരപ്രദേശത്ത് തീരദേശ റോഡുകളിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ കരയിലേക്ക് മണലുമായി കയറിയതാണ് ഗതാഗത തടസ്സത്തിന് കാരണം. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള ഓറഞ്ച് അലർട്ട് ഇന്നും തുടരും. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തുമാണ് മുന്നറിയിപ്പ് നീട്ടിയത്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ നിർദ്ദേശം.
സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. നേതാവിന്റെ പേര് മാറിപ്പറഞ്ഞ് പൊല്ലാപ്പിലായി NDA സ്ഥാനാർത്ഥിയും നടിയുമായ കങ്കണ റണാവത്ത്. തേജസ്വി യാദവിനെ ലക്ഷ്യം വെച്ച് നടത്തിയ അധിക്ഷേപമാണ് ആളുമാറി BJP നേതാവിനെതിരെയായത്. സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാട് പിന്തുടർന്നു കോൺഗ്രസ്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് ഇത്തവണ ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയുമില്ല. ജമ്മു കശ്മീരിലെ പുഞ്ച് ജില്ലയിലെ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പരിശോധന. നിരവധി പേർ കസ്റ്റഡിയിലുണ്ടെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിൽ കോർപ്പറൽ കൊല്ലപ്പെടുകയും 6 വ്യോമസേനാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾക്ക് കരിമ്പ് ജ്യൂസിൽ സയനൈഡ് കലർത്തി നൽകി 52-കാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുജറാത്തിലെ വഡോദരയിലാണ് സംഭവം. ജ്യൂസ് കുടിച്ച ഇയാളുടെ ഭാര്യയും പിതാവും മരിച്ചു. മകൻ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. ഇക്വഡോറിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ യുവതിയെ ആക്രമികൾ വെടിവെച്ചു കൊന്നു. മരിച്ചത് സൗന്ദര്യ മത്സരങ്ങളിലടക്കം സജീവ സാന്നിധ്യമായിരുന്ന ലാൻഡി പരാഗ ഗോയ്ബൂരോ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു 115 വർഷം മുൻപ് 14 ജീവനക്കാരുമായി അപ്രത്യക്ഷമായ ശപിക്കപ്പെട്ട കപ്പൽ ഒടുവിൽ കണ്ടെത്തി. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മിനസോട്ടയിലെ സുപ്പീരിയർ തടാകത്തിൽ നിന്ന്. 1909 മെയ് 1-ന് മിനസോട്ടയിലെ ഡുലൂത്തിലേക്ക് ഉപ്പ് കയറ്റി പോകുന്നതിനിടയിലാണ് കപ്പൽ അപ്രത്യക്ഷമായത്. പാന്റിന്റെ പോക്കറ്റിൽ പാമ്പുകളെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാരൻ പിടിയിൽ. മിയാമി വിമാനത്താവളത്തിലായിരുന്നു സംഭവം. US ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനാണ് Xലൂടെ യാത്രക്കാരനെ പിടികൂടിയ വിവരം പുറത്തുവിട്ടത്. ടൈറ്റാനിക് സിനിമയിലെ ക്യാപ്റ്റൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായ ബെർണാഡ് ഹിൽ ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് ട്രിലോഗി എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമകൾക്ക് പുറമെ നിരവധി നാടകങ്ങളിലും അഭിനയിച്ചു. ദക്ഷിണ കൊറിയയിൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ കയറ്റുമതി ഇടിഞ്ഞതായി റിപ്പോർട്ട്. കഴിഞ്ഞ 12 പാദങ്ങളിലെ വാർഷിക വർധനവ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആദ്യ പാദത്തിൽ ഇടിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഇതാദ്യമായിട്ടാണ് കയറ്റുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ പ്രവർത്തനം ഊബർ ഔദ്യോഗികമായി നിർത്തിവെച്ചു. തങ്ങളുടെ സബ്സിഡിയറി ബ്രാൻഡായ കരീം പാകിസ്ഥാനിൽ തങ്ങളുടെ സേവനങ്ങൾ തുടരുമെന്ന് യൂബർ വ്യക്തമാക്കിയിട്ടുണ്ട്. മരണനിരക്ക് വനിതാ ഡോക്ടർമാർ ചികിത്സിച്ചാൽ കുറയുമെന്ന് പഠനം. വനിതാ ഡോക്ടർമാരുടെ പരിചരണം കിട്ടുന്ന രോഗികൾ അടിക്കടി ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള സാധ്യതയും കുറവാണെന്ന് പഠനത്തിൽ. അൽസ് ഓഫ് ഇന്റേണൽ മെഡിസിൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്.
അമിത അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച് 17ഓളം രോഗികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുഎസിലെ നഴ്സിന് 700 വർഷം തടവ് ശിക്ഷ. 41-കാരിയായ ഹെദർ ഫ്രെറ്റിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. 3 വർഷത്തിനിടെയാണ് നഴ്സ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത്. നിരവധി പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതി. തെക്കൻ ബ്രസീലിൽ കനത്ത മഴക്കെടുതി. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 57 പേർ മരിക്കുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 67 പേരെ കാണാതായതായി സിവിൽ ഡിഫൻസ് ഏജൻസി. അർജന്റീനയിൽ 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അതിഭീപൻ ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തി. ഈ ദിനോസറിന് 30 മീറ്റർ നീളവും 74 ടൺ ഭാരവുമുള്ളതായി കണക്കാക്കുന്നു. ദിനോസറിന്റെ ഏറ്റവും വലിയ ഇനത്തെയാണ് കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞർ. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഒന്നാമതെത്തി ഇന്ത്യ പൗരന്മാർ. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിലാണ് ഇന്ത്യക്കാർ ഒന്നാമതെത്തിയത്. 79,810 ഇന്ത്യക്കാർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും 77,646 ഇന്ത്യക്കാർ യാത്ര പുറപ്പെടുകയും ചെയ്തു. ദോഹയിൽ കടൽ വിനോദങ്ങളിലും യാത്രകൾക്കുമായി ഉപയോഗിക്കുന്ന ബോട്ടുകളിൽ ഗതാഗത മന്ത്രാലയത്തിന്റെ പരിശോധന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ബോട്ടുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗൾഫിൽ നിന്ന് കണ്ണൂരിലേക്ക് കൂടുതൽ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. യുഎഇയിലെ റാസൽ ഗൈമ, സൗദിയിലെ ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് പുതിയ സർവീസുകൾ. വടക്കൻ മലബാറിലെ പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത്. പത്താമത് സൗദി ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം. മേള ഇത്രയും സിനിമ സൊസൈറ്റിയും സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ 76 ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ആയിരുന്നു ഉദ്ഘാടന ചിത്രം. ഇലക്ട്രോണിക് പാസ്പോർട്ട് ഗേറ്റ് സംവിധാനവുമായി സൗദി അറേബ്യയിലെ നിയോം വിമാനത്താവളം. അന്താരാഷ്ട്ര യാത്രക്കാരുടെ യാത്രാ നടപടിക്രമങ്ങൾ എളുപ്പം പൂർത്തിയാക്കുന്നതിനും കാര്യക്ഷമമാകുന്നതിനുമാണ് നടപടി. യാത്രക്കാർക്ക് നടപടികൾ സ്വയം പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും. ഖത്തറിലെ ചാവക്കാട് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2ാമത് ക്രിക്കറ്റ് ലീഗ് സീസൺ സംഘടിപ്പിക്കുന്നു. മെയ് 6 മുതൽ 10 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 12 ടീമുകൾ പങ്കെടുക്കും. തലാലയിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അശോകാണ് മരിച്ചത്. മൃതദേഹം സലാല സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൗമാരകലകളുടെ ഉത്സവമായി ബാലകലാമേള 2024. ബാലകലാമേള കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ, കലാ കുവൈറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ബാലകലാമേളയിൽ കുവൈറ്റിലെ 28 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 2000-ഓളം കുട്ടികൾ പങ്കെടുക്കും. കെഫാക് അന്തർജില്ലാ ഫുട്ബോൾ, സോക്കർ ആൻഡ് മാസ്റ്റേഴ്സ് ഫൈനലുകളിൽ മെയ് 10 വെള്ളിയാഴ്ച നടക്കും. മത്സരം കുവൈറ്റിലെ കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷനും ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സുമായി സഹകരിച്ച്. ഗർ സിനിമയുടെ റിലീസ്
റിലീസ് തീയതി പുറത്ത് കുഞ്ചാക്കോ ബോബനെയും സുരാജ് വെഞ്ഞാറമൂടുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. JK സംവിധാനം ചെയ്യുന്ന സിനിമ ജൂൺ 14 റിലീസ് ചെയ്യും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മദ്യപാനിയായ ഒരാൾ സിംഹക്കൂട്ടിൽ ചാടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത്. തമിഴ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന കമൽഹാസൻ ശങ്കർ ചിത്രമായ ഇന്ത്യൻ 2 റിലീസ് നീട്ടിയതായി റിപ്പോർട്ട്. ജൂണിലാണ് നേരത്തെ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. 2019 ചിത്രീകരണം ആരംഭിച്ച സിനിമ കോവിഡിനെ തുടർന്ന് ചിത്രീകരണം നീണ്ടുപോവുകയായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിനെ പ്രശംസിച്ച് ബോളിവുഡ് നടൻ വിക്രാന്ത് മാസി ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന താരം. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം ഒരു സർവൈവർ ത്രില്ലറായിരുന്നു. തമിഴ് സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ച ജോയിലെ ഹിറ്റ് ജോഡികളായ റിയോ രാജും മാളവിക മനോജും ഒന്നിക്കുന്നു. കലൈരശൻ തങ്കവേലിന്റെ പുതിയ ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത്. ഡ്രംസ്റ്റിക് പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി കരീന കപൂർ 2014 മുതൽ യുണിസെഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ മേഖലകളിലും സജീവ പ്രവർത്തകയാണ്. കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കണമെന്നും കരീന കപൂർ. പോപ്പ് സൂപ്പർ സ്റ്റാർ സാം അഡ്ഗരിയും നടി ബ്രിട്നി സ്പിയേഴ്സും ഔപചാരികമായി വേർപിരിഞ്ഞു. വിവാഹിതരായി ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഈ വേർപിരിയൽ. അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് വേർപിരിയലിന് കാരണമായതെന്ന് അസ്ഗരി ചൂണ്ടിക്കാട്ടി. പട്ടാപ്പകൽ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 28 തിയേറ്റർ റിലീസിന് ഒരുക്കുന്നുവെന്ന പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ശ്രീനന്ദനം ഫിലിംസിന്റെ ബാനറിൽ N നന്ദകുമാറാണ് നിർമ്മാണം. കൃഷ്ണ ശങ്കർ, കിച്ചു ടെല്ലർ, സുധി കോപ്പ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. മണിച്ചിത്രത്താഴിനെ പുകഴ്ത്തി സംവിധായകൻ സെൽവരാഘവൻ. കുറഞ്ഞത് 50 തവണയെങ്കിലും മണിച്ചിത്രത്താഴ് താൻ കണ്ടിട്ടുണ്ടെന്നും സംവിധായകൻ ഫാസിൽ സാറിന്റെ ക്ലാസിക് ആണെന്നും സെൽവരാഘവൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. എക്സിലൂടെയാണ് പ്രതികരണം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൽ നടൻ അജു വർഗീസ് ആദ്യമായി ആലപിച്ച ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി. വിപിൻ ദാസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. തനിക്ക് ഹൃദയാഘാതം വരാൻ കാരണം COVID-19 വാക്സിൻ ആകാമെന്ന് ബോളിവുഡ് നടൻ. ഗോൽമാൽ സിനിമയുടെ ശ്രദ്ധേയനായ താരം ശ്രേയസ് തപാൽഡെയാണ് ഒരഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷമായിരുന്നു താരത്തിന് ഹൃദയാഘാതമുണ്ടായത്. Y സീരീസിൽ പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ച വിവോ Y18 എന്ന സ്മാർട്ട് ഫോണാണ് വിപണിയിലെത്തിയത്. 2 വേരിയന്റുകളിൽ ജെം ഗ്രീൻ, സ്പേസ് ബ്ലാക്ക് നിറങ്ങളിലാണ് ഫോൺ ലഭ്യമാകുക. ഇന്ത്യയിൽ ഐഫോണുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാനൊരുങ്ങിയ ആപ്പിൾ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായും ആപ്പിൾ CEO ടിം കുക്ക്. ഇന്ത്യയുടെ വിപുലമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റോറുകൾ ആരംഭിക്കുന്നതായും കുക്ക്. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങിയ ഇൻസ്റ്റഗ്രാം ഈ കണ്ടന്റ് പങ്കിടാനും പരസ്പരം മെസ്സേജ് ചെയ്യുവാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വഴികൾ ലഭ്യമാകും. പുതിയ റിവീൽ ഫീച്ചർ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.
ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.